നമസ്കാരം. ഫോക്സ്വാഗൺ ഇന്ത്യയിലൊരു പുതിയ കളിക്കാരനെ ഇറക്കിയിട്ടുണ്ട്, ഗോൾഫ് GTI. GTI പെർഫോമൻസ് കാറുകളുടെ ലോകത്ത് ഇതൊരു വലിയ പേരാണ്. അതെ, 50 വർഷത്തെ പാരമ്പര്യം, 3.7 കോടി യൂണിറ്റുകൾ വിറ്റ കാറാണ് ഗോൾഫ്. അതിന്റെ ഏറ്റവും ചൂടൻ പതിപ്പാണ് ഈ GTI. ശരിയാണ്. പക്ഷേ നമ്മളിന്ന് നോക്കുന്നത് ഈ യൂറോപ്യൻ ഹോട്ട് ഹാച്ച് ഇന്ത്യൻ റോഡുകൾക്ക് എത്രത്തോളം ചേർന്നതാണ്. അതാണ് ചോദ്യം. കാരണം ഇത് പൂർണ്ണമായും ഉണ്ടാക്കി ഇറക്കുമതി ചെയ്യുന്നതാണ്, CBU യൂണിറ്റ്. അപ്പോൾ വില ഒരു വലിയ ഘടകമാവല്ലോ. തീർച്ചയായും. അതൊരു ഹാലോ മോഡലാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. ഓക്കേ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇതിപ്പോ വന്നത് 8ാം തലമുറ ഗോൾഫിന്റെ മുഖം മിനുക്കിയ MK 8.5 പതിപ്പാണ്. അതെ, 2024 മെയ് 26 ലോഞ്ച് ചെയ്തു. ആദ്യത്തെ 150 എണ്ണം പെട്ടെന്ന് വിറ്റുപോയി. അത്രയ്ക്ക് ഡിമാൻഡ് ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. 2025 ഒരു 100 എണ്ണം കൂടെ കൊണ്ടുവരുന്നുണ്ട്. എന്താണ് ഈ GTIയെ ഇത്ര സ്പെഷ്യലാക്കുന്നത്? ഹോട്ട് ഹാച്ച് എന്ന് പറഞ്ഞാൽ സാധാരണ ഹാച്ച്ബാക്കിന്റെ പ്രായോഗികതയും എന്നാൽ ഒരു സ്പോർട്സ് കാറിന്റെ പെർഫോമൻസും ചേർന്ന ഒരു വണ്ടി. ഓക്കെ. GTI ഈ വിഭാഗത്തിലൊരു ഇതിഹാസമാണ്, ഒരു ഐക്കൺ. അതിന്റെ പ്രകടനമാണ് ഏറ്റവും പ്രധാനം, അല്ലേ? അതെ. എഞ്ചിൻ നോക്കിയാൽ 2.0 ലിറ്റർ TSI ടർബോ പെട്രോൾ, EA80T എന്ന കോഡുള്ള എഞ്ചിൻ. പവർ 261 bhp, ടോർക്ക് 370 Nm. കൊള്ളാം. ഇത് ഓട്ടോമാറ്റിക് ആണോ? അതെ, 7 സ്പീഡ് DSG ഓട്ടോമാറ്റിക് ഗിയർബോക്സ് ആണ്. വളരെ ഫാസ്റ്റാണ് ഷിഫ്റ്റിംഗ്. 0-100 കിലോമീറ്റർ വേഗത എടുക്കാൻ എത്ര സമയമെടുക്കും? വെറും 5.9 സെക്കൻഡ്. ചില ടെസ്റ്റുകളിൽ അതിലും കുറവ്, 5.8 സെക്കൻഡ് വരെ കാണിച്ചിട്ടുണ്ട്. ഓഹോ, അത് കൊള്ളാലോ. ടോപ്പ് സ്പീഡ് 250 കിലോമീറ്റർ ആണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ടെസ്റ്റിൽ അത് 267 വരെ പോയിട്ടുണ്ട്. ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് കാറാണല്ലോ. ഇത്രയും പവർ മുൻ വീലിലേക്ക് കൊടുക്കുമ്പോൾ ഹാൻഡ്ലിംഗ് എങ്ങനെയാണ്? അതൊരു നല്ല പോയിന്റാണ്. പക്ഷെ അവിടെയാണ് XDS എന്ന ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക് സഹായിക്കുന്നത്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അത് വളവുകളിൽ ഉള്ളിലെ വീലിന് ബ്രേക്ക് കൊടുത്ത് പുറമേയുള്ള വീലിന് കൂടുതൽ ടോർക്ക് കൊടുക്കും. അപ്പോൾ ഗ്രിപ്പ് കൂടും, അണ്ടർസ്റ്റിയർ കുറയും. അപ്പോ വളവുകളിലൊക്കെ നല്ല സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഓടിക്കാൻ വളരെ രസമുള്ളൊരു കാറാണ്. ഡിസൈന്റെ കാര്യമോ? പുറമേ കാണാൻ ഒരു സാധാരണ ഗോൾഫ് പോലെയുണ്ടോ? ഒറ്റനോട്ടത്തിൽ തോന്നാം, പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ വ്യത്യാസങ്ങളുണ്ട്. മാട്രിക്സ് LED ഹെഡ്ലാമ്പ്, ആ X ഷേപ്പിലുള്ള ഫോഗ് ലാമ്പ്, പിന്നെ ആ ഗ്രില്ലിലെ ചുവന്ന വര, അത് GTIയുടെ ഒരു സിഗ്നേച്ചറാണല്ലോ. അതെ, ഹെഡ്ലാമ്പിലും ആ വര കാണാം. പ്രകാശിക്കുന്ന VW ലോഗോ, 18 ഇഞ്ച് അലോയ് വീലുകൾ, ചുവന്ന ബ്രേക്ക് കാലിപ്പറുകൾ, പിന്നിൽ ഡബിൾ എക്സോസ്റ്റുമുണ്ട്. അതെ, മൂൺസ്റ്റോൺ ഗ്രേ, കിങ്സ് റെഡ് പോലുള്ള നല്ല നിറങ്ങളിലും കിട്ടും. ഉള്ളിലോ? അകത്തളത്തിൽ എന്തൊക്കെയാണ് GTI ടച്ച്? ഉള്ളിലാണ് ആ ടാർട്ടൻ ഫാബ്രിക് സീറ്റുകൾ. സ്കെയിൽ പേപ്പർ പ്ലാഡ് എന്നാണ് അതിന് പറയുക. അതൊരു ക്ലാസിക് GTI ഫീച്ചറാണ്. അത് ശരിയാണ്, അതൊരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ സ്റ്റിയറിംഗ് വീലിലും സീറ്റിലുമെല്ലാം ചുവന്ന സ്റ്റിച്ചിങ് കാണാം. ഡാഷ്ബോർഡിൽ വലിയ സ്ക്രീനുകളുണ്ട്. എത്ര വലിയ സ്ക്രീനാണ്? നടുക്ക് 12.9 ഇഞ്ച് ടച്ച് സ്ക്രീൻ, ചാറ്റ് GPT വോയിസ് അസിസ്റ്റന്റ് ഒക്കെയുണ്ട്. ഡ്രൈവർക്ക് മുന്നിൽ 10.25 ഇഞ്ച് ഡിജിറ്റൽ കോക്പിറ്റ്. അതിൽ GTIന് വേണ്ടിയുള്ള ഗ്രാഫിക്സ് ഒക്കെ കാണുമോ? ലാപ് ടൈമർ പോലെ? കാണും. GTI സ്പെസിഫിക് ഗ്രാഫിക്സ് ഉണ്ട്. പിന്നെ 30 നിറത്തിലുള്ള ആംബിയന്റ് ലൈറ്റിംഗ്, പാനറോമിക് സൺറൂഫ്, ഇതൊക്കെയുണ്ട്. പ്രീമിയം ഫീല് കിട്ടുന്നുണ്ട്. പക്ഷേ പ്രായോഗികതയുടെ കാര്യമോ? 5 പേർക്കിരിക്കാൻ പറ്റുമോ? ടെക്നിക്കലി 5 സീറ്റ് ഉണ്ട്. പക്ഷേ പിന്നിലെ നടുവിലെ സീറ്റ് അതത്ര സുഖകരമായിരിക്കില്ല, പ്രത്യേകിച്ച് ദൂരയാത്രയ്ക്ക്. ബൂട്ട് സ്പേസ് 380 ലിറ്റർ. ഹാച്ച്ബാക്കിന് അത്യാവശ്യം നല്ല സ്പേസാണ്. സ്പെയർ ടയർ ഉണ്ടോ? ഇല്ല, അതൊരു പ്രശ്നമാണ്. പകരം ടയർ റിപ്പയർ കിറ്റാണ് തരുന്നത്. അത് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടാവില്ല? ആവാൻ സാധ്യതയുണ്ട്. പിന്നെ 3 സോൺ ക്ലൈമറ്റ് കൺട്രോൾ, വയർലെസ് ചാർജർ, സുരക്ഷ, എയർ ബാഗ്, ADS 7 എയർ ബാഗുകളുണ്ട്. അതോടൊപ്പം ലെവൽ 2 ADS ഫീച്ചറുകളും, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, ലെയിൻ അസിസ്റ്റ് പോലുള്ളവ. അപ്പോൾ ഫീച്ചേഴ്സും പ്രകടനവും ഉണ്ട്. പക്ഷേ ഇനി നമുക്ക് ആനക്കാര്യത്തിലേക്ക് വരാം. അതാണ് പ്രധാന പ്രശ്നം. എക്സ് ഷോറൂം ഏകദേശം 53 ലക്ഷം രൂപ. 53 ലക്ഷം. ഓൺ റോഡ് വരുമ്പോഴോ? ഓൺ റോഡ് ഒരു 62 ലക്ഷമൊക്കെ വരും. മുംബൈയിലെ കണക്കാണിത്. 62 ലക്ഷം ഒരു ഹാച്ച്ബാക്കിനോ? ഇത് CBU ആയതുകൊണ്ടാണല്ലേ ഇത്ര വില? അതെ, ഇറക്കുമതി തീരുവ വളരെ കൂടുതലാണ്. മിനി കൂപ്പർ എസ് ഒക്കെ ഇതിലും വില കുറവാണ്. ഏകദേശം 45 ലക്ഷം വരും. ഈ വിലയ്ക്ക് BMW X1ഓ
ടയോട്ട ക്യാമറിയൊക്കെ കിട്ടില്ലേ? കിട്ടും, തീർച്ചയായും. BMW X1, Audi Q3, ക്യാമറിയൊക്കെ ഈ റേഞ്ചിൽ വരും. പക്ഷേ അവയൊന്നും ഈ GTI തരുന്ന ഒരു ഹോട്ട് ഹാച്ച് ഫീൽ തരില്ല. അതൊരു വേറെ അനുഭവമാണ്. ശരിയാണ്. പക്ഷെ ഇന്ത്യൻ റോഡുകൾ ഒരു വെല്ലുവിളിയല്ലേ? ഗ്രൗണ്ട് ക്ലിയറൻസ് എത്രയാണ്? വെറും 136 mm. 136 mm. അത് വളരെ കുറവാണല്ലോ. നമ്മുടെ സ്പീഡ് ബ്രേക്കറുകളൊക്കെ? അത് വലിയൊരു പ്രശ്നമാവാം. അടിതട്ടാൻ നല്ല സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചോടിച്ചില്ലെങ്കിൽ. സസ്പെൻഷനോ? അത് സ്പോർട്ടിയായതുകൊണ്ട് സ്റ്റിഫായിരിക്കുമല്ലോ. അതെ, നല്ല റോഡിലെ മികച്ച ഹാൻഡ്ലിംഗ് തരും. പക്ഷെ മോശം റോഡുകളില് അത് യാത്ര അത്ര സുഖകരമാക്കില്ല. കുറച്ച് കട്ടിയായിരിക്കും റൈഡ്. ഇന്ധനക്ഷമതയുടെ കാര്യമോ? ഈ 2.0 ലിറ്റർ ടർബോ എഞ്ചിൻ നിങ്ങൾ എങ്ങനെ ഓടിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. കുറച്ചു റഫായി ഓടിച്ചാൽ ഒരു 4-6 km/ലിറ്ററൊക്കെ കിട്ടിയാ കിട്ടി. അത്രയുള്ളൂ? ഹൈവേയിൽ വളരെ ശ്രദ്ധിച്ചോടിച്ചാൽ ഒരു 10 km/ലിറ്റർ വരെ കിട്ടിയേക്കാം. പിന്നെ കേട്ടല്ലോ, ചില ഫീച്ചറുകൾ ഇന്ത്യയിൽ കിട്ടുന്നില്ല എന്ന്. ശരിയാണ്. പവേർഡ് സീറ്റുകളില്ല. അതുപോലെ ഹാർമൻ ഗാർഡൻ പോലെയുള്ള പ്രീമിയം ഓഡിയോ സിസ്റ്റം പുറത്തുള്ള മോഡലുകളിലുണ്ട്, ഇവിടെയില്ല. ചില പ്ലാസ്റ്റിക്കുകളുടെ ക്വാളിറ്റി ഈ വിലയ്ക്ക് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നും ചിലർ പറയുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ അങ്ങനെ ഒരു അഭിപ്രായം വരാം. അപ്പോ ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഒരാൾ ഈ കാറ് വാങ്ങുന്നത്? 60 ലക്ഷം മുടക്കി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം. ഇന്ത്യയിൽ നിലവിൽ ഇതുപോലെ ഒരു പെർഫോമൻസ് ഹാച്ച്ബാക്ക് വേറെയില്ല. ശരിയാണ്. പ്രകടനവും കുറച്ചൊക്കെ പ്രായോഗികതയും വിട്ടുവീഴ്ചകളോടെ ഒരുമിച്ചു വേണം. എന്നാൽ വിലയും ഗ്രൗണ്ട് ക്ലിയറൻസും ഒന്നും വലിയ പ്രശ്നമല്ല എന്ന് കരുതുന്ന അങ്ങനെയുള്ള ഡ്രൈവിംഗ് പ്രേമികൾക്കുള്ള വണ്ടിയാണിത്. ഇതൊരു സാധാരണ വാഹനമെന്നതിലുപരി ഒരു അനുഭവമാണ്, അല്ലേ? അതെ, ഇതൊരു ഡ്രൈവറുടെ കാറാണ്. ഫോക്സ്വാഗൺ ഇന്ത്യയുടെ ഒരു അഭിമാന മോഡൽ. അത്രയുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാല് ഗോൾഫ് GTI അടിപൊളി പെർഫോമൻസ്, നല്ല ഹാൻഡ്ലിംഗ്, ഒരുപാട് ഫീച്ചറുകൾ, ഐക്കോണിക് ഡിസൈൻ ഒക്കെ തരുന്നുണ്ട്. ശരിയാണ്. പക്ഷെ മറുഭാഗത്ത് ഭീമമായ വില, വളരെ കുറഞ്ഞ ഗ്രൗണ്ട് ക്ലിയറൻസ്, സ്റ്റിഫായ സസ്പെൻഷൻ, കുറഞ്ഞ മൈലേജ്, ഇതൊക്കെ ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളാണ്. അതെ, ഇതൊരു ഹാർട്ട് ഓവർ ഹെഡ് തീരുമാനമെടുക്കുന്നവർക്കുള്ള കാറാണ്. അപ്പോൾ ഞങ്ങളുടെ അവസാനത്തെ ചോദ്യം ഇതാണ്: ഈ GTI എന്ന ഇതിഹാസത്തിന്റെ സ്റ്റിയറിംഗ് പിടിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം ഈ പറഞ്ഞ വെല്ലുവിളികളെ ഒക്കെ മറികടക്കാൻ മാത്രം ശക്തമാണോ? അതോ ഇതൊരു സ്വപ്നമായി മാത്രം അവശേഷിക്കുമോ? നിങ്ങൾക്കെന്ത് തോന്നുന്നു?